അതേസമയം ദുരന്തവുമായി ബന്ധപ്പെട്ട പുറത്തുവന്ന കണക്കുകളിൽ സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി കോൺഗ്രസും ബിജെപിയും രംഗത്തെത്തി. യഥാർത്ഥ കണക്കുകൾ സർക്കാർ പുറത്തുവിടണമെന്നും അതിന് തയ്യാറായില്ല എങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്നും കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദുരന്തത്തിന്റെ മറവിൽ സർക്കാർ നടത്തിയത് കൊള്ളയെന്ന് ബിജെപി നേതൃത്വവും കുറ്റപ്പെടുത്തി. സർക്കാർ നൽകിയത് പെരുപ്പിച്ചു കാട്ടിയ കള്ളക്കണക്കുകളാണെന്ന ആക്ഷേപം വ്യാപകമാകുമ്പോൾ പ്രതിപക്ഷം ശക്തമായി തന്നെ രംഗത്തുണ്ട്. യഥാർത്ഥ കണക്കുകൾ പുറത്തുവിടണമെന്നും അല്ലാത്തപക്ഷം കടുത്ത പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്നും KPCC അധ്യക്ഷൻ K. സുധാകരൻ മുന്നറിയിപ്പ് നൽകി. ദുരന്തമുഖത്ത് സന്നദ്ധ സേവനം നടത്തിയവരെ സർക്കാർ അപമാനിച്ചുവെന്നും സഹായഹസ്തം നീട്ടിയവരെ സർക്കാർ വഞ്ചിച്ചുവെന്നും K. സുധാകരൻ കുറ്റപ്പെടുത്തി. വയനാട് ദുരന്തത്തിന്റെ മറവിൽ സർക്കാർ നടത്തിയത് കൊള്ളയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ ആരോപിച്ചു. മനുഷ്യത്വരഹിതമായ സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ. ദുരന്തത്തെ കൊള്ളയടിക്കുന്ന സർക്കാരാണിത്. നേരത്തെയും സർക്കാർ ഇത് ചെയ്തിട്ടുണ്ട്. പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് അല്പമെങ്കിലും ആത്മാർത്ഥതയും അല്പമെങ്കിലും ലജ്ജയുമുണ്ടെങ്കിൽ അദ്ദേഹം രാജിവെച്ച് പോകണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ദുരന്തഭൂമിയിൽ നേരിട്ടെത്തിയ പ്രധാനമന്ത്രി കൃത്യമായ കണക്ക് സംസ്ഥാനം നൽകണമെന്ന് പറഞ്ഞിട്ടും ഇതുവരെ നൽകിയില്ല എന്ന് മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ കുറ്റപ്പെടുത്തി. കോടതിക്ക് നൽകിയ കണക്കുകൾ എസ്റ്റിമേറ്റുകളാണെന്ന വിശദീകരണം സർക്കാരിനെ പൊതുസമൂഹത്തിനു മുന്നിൽ അപഹാസ്യരാക്കുന്നുവെന്ന് മുസ്ലിം ലീഗും കുറ്റപ്പെടുത്തി. ഇവർ ഈ പറഞ്ഞ എല്ലാ വകുപ്പിലും കൂടി ഈ ഗവൺമെന്റിന് ചെലവായിട്ടുണ്ടോ എന്ന് തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കണം. അതിൽ കേന്ദ്രത്തിന് സമർപ്പിക്കേണ്ട കള്ളക്കണക്കാണോ? അമൃത ന്യൂസ്, തിരുവനന്തപുരം.